3 തവണ 2014, 2013 ഓഗസ്റ്റ് മാസം, 2014 ഓഗസ്റ്റും സെപ്റ്റംബറും ഡിസംബറും വില മാറ്റമുണ്ടാക്കി വില പരിഷ്കരിക്കുന്ന നിലപാട് അന്നത്തെ ഗവൺമെൻറ് സ്വീകരിച്ചു. 2016 അധികാരത്തിൽ വന്ന LDF സർക്കാർ അവശ്യ വസ്തുക്കളുടെ വില വർദ്ധിപ്പിക്കേണ്ടതില്ല എന്ന നയപരമായ ഒരു തീരുമാനമെടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് വരെ കഴിഞ്ഞ 10 വർഷമായി ആ വിലയ്ക്ക് ഉൽപ്പന്നങ്ങൾ കൊടുക്കാൻ കഴിയുന്ന അവസ്ഥ ഉണ്ടായി. അന്നത് ആലോചിക്കുമ്പോൾ മാർക്കറ്റ് വിലയിൽ നിന്ന് 26% വില കുറച്ചാണ് ഈ 13 ഉൽപ്പന്നങ്ങൾക്ക് വില നിശ്ചയിച്ചത്. ആ ഗവൺമെൻറ്റിൻ്റെ കാലയളവിലാണ് അത്തരമൊരു വാഗ്ദാനം LDF നടത്തിയിരുന്നത്. എന്നാൽ ഭീമമായ ബാധ്യതയാണ് പൊതുവിപണി വിലയും സബ്സിഡി വിലയും തമ്മിലുള്ള വലിയ അന്തരം മൂലം സപ്ലൈകോയ്ക്ക് ഉണ്ടായിട്ടുള്ളത്. വലിയ ബാധ്യത എന്ന് പറഞ്ഞാൽ ഒരു മാസക്കാലം 35 കോടി രൂപയുടെ പ്രതിവർഷം 425 കോടിയുടെ സബ്സിഡി ബാധ്യതയാണ് സർക്കാരിന് സപ്ലൈകോയ്ക്ക് വന്നുവിട്ടത്. പ്രതിമാസം 35 മുതൽ 40 ലക്ഷം കുടുംബങ്ങൾ ഈ സ്ഥാപനത്തെ ആശ്രയിക്കുന്നു എന്നുള്ളതാണ് കണക്കുകൾ കാണിക്കുന്നത്. സബ്സിഡി ബാധ്യത ഇനത്തിൽ സപ്ലൈകോ 2016 അന്ന് മുതൽ തുക എടുത്തു നോക്കിയാൽ വലിയ തുക 1525 കോടി രൂപയുടെ ബാധ്യത വിവിധ സർക്കാരുകളായി സപ്ലൈകോയ്ക്ക് എത്തിച്ചേരാനുണ്ട്. അങ്ങനൊരു ബാധ്യതയിൽ നിൽക്കുന്ന 1525 കോടി രൂപ വിവിധ സർക്കാരുകളിലൂടെ ഡ്യൂ ആയി സപ്ലൈകോ നൽകാൻ നിൽക്കുകയാണ്. എന്നാൽ ഈ സംവിധാനം മെച്ചപ്പെടുത്തേണ്ടതും നിലനിർത്തേണ്ടതും കേരളത്തിൻ്റെ ആവശ്യമാണ്. ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്, 25 പുതിയ ഔട്ട്ലെറ്റുകൾ, 70 ഔട്ട്ലെറ്റുകൾ മെച്ചപ്പെടുത്തി വിപുലീകരിച്ചത്. അങ്ങനെ 100ഓളം ഔട്ട്ലെറ്റുകളിൽ കൂടുതൽ സേവനവും കൂടുതൽ കേന്ദ്രങ്ങളിൽ അതിൻ്റെ ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്യാൻ കഴിയുന്ന സംവിധാനം ഒരുക്കുകയുണ്ടായി. 1633 ഔട്ട്ലെറ്റുകൾ വഴി നമ്മൾ ഇത്തരം വിപണന സൗകര്യം കേരളത്തിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് കേരളത്തിലെ ജനങ്ങൾക്ക് വളരെ ആശ്വാസം പകരുന്നതാണ്. അതുകൊണ്ട് അതുപോലൊരു സ്ഥാപനം, പൊതുസംരംഭം നിലനിർത്തേണ്ടത് നാടിൻ്റെ ആവശ്യമാണ് എന്നുള്ളത് കൊണ്ടാണ് അതിൻ്റെ അത്യാവശ്യം വരുത്തേണ്ട ചില മാറ്റങ്ങളെ സംബന്ധിച്ച് സ്റ്റഡി ചെയ്യാൻ വേണ്ടി 3 അംഗ കമ്മിറ്റിയെ വിദഗ്ധരെ നമ്മൾ നിശ്ചയിക്കുകയും അവരുടെ ഒരു പ്രപ്പോസൽ കൂടെ കണക്കിലെടുത്തുകൊണ്ടാണ് ഇന്നിപ്പോൾ 35% വില വ്യത്യാസം, മാർക്കറ്റിലെ വിലയിൽ നിന്ന് 35% വില കുറച്ച് 13 ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്യാനുള്ള സൗകര്യം ഒരുക്കാൻ തീരുമാനിച്ചു. നിങ്ങൾ അറിയേണ്ടുന്നത്, മാധ്യമങ്ങൾ ഇന്നലത്തെ ക്യാബിനറ്റ് തീരുമാനിച്ച് ആ ക്യാബിനറ്റ് തീരുമാനത്തിൻ്റെ മാധ്യമങ്ങൾക്ക് സ്വാഭാവികമായിട്ടും അതെല്ലാം തന്നെ അറിയാൻ കഴിയുന്ന ബന്ധങ്ങളുള്ളത് കൊണ്ട് അറിഞ്ഞിരിക്കും. ഇന്നലെ രാത്രി തന്നെ ഞാൻ വസ്തുതാപരമായി പറയണം, എൻ്റെ ഒരു മാധ്യമ സുഹൃത്ത് നന്നായി പ്രതികരിക്കാൻ വേണ്ടി എൻ്റെ അടുത്ത് വരികയുണ്ടായി. ഞാൻ സഭ നടക്കുന്ന ഒരു സമയമായതുകൊണ്ട് പ്രതികരിക്കാൻ പാടില്ല എന്ന് അറിയാമെന്നുള്ളത് കൊണ്ടും അത്രയൊരു പ്രതികരണത്തിലേക്ക് പോയില്ല. രാവിലെ സഭയിൽ ഇത് പറയേണ്ട വിഷയമാണെന്നാണ് ഞാൻ പറഞ്ഞയച്ചത്. എന്നാൽ ഇന്നിപ്പോൾ മാധ്യമങ്ങൾ പല മാധ്യമങ്ങളും, മിക്കവാറും എല്ലാ മാധ്യമങ്ങളും ഒരുപോലെ ആ വിഷയങ്ങൾ റിപ്പോർട്ട് ചെയ്തു. രാവിലെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴാണ് മാധ്യമ സുഹൃത്തുക്കൾ വന്നെന്നെ കാണുന്നത്. സ്വാഭാവികമായിട്ടും ഒന്നും പറയാതെ എങ്ങനെ വരാൻ പറ്റും നിങ്ങളുടെ മുന്നിൽ? അതിനപ്പുറത്ത് ഇതിനകത്തുള്ള ഇതിൻ്റെ തീരുമാനങ്ങൾ വെളിപ്പെടുത്തുന്ന ഒരു നിലപാടും സഭയോടൊരു അനാദരവും കാട്ടിയില്ലെന്നുള്ള കാര്യം ഞാനിന്ന് സഭയിൽ പറഞ്ഞതാണ്. പ്രതിപക്ഷ നേതാവ് അതുകൂടെ കാണിച്ചുകൊണ്ടാണ് സഭയോട് അനാദരവ് കാട്ടി എന്ന കാരണം കൂടെ കാണിച്ചുകൊണ്ടാണ് സബ്മിഷനിലൂടെ ഈ വിഷയം സഭയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നത്.
ഞാൻ അതുകൊണ്ടാണ് ആ വിഷയം വസ്തുതാപരമായി സൂചിപ്പിച്ചത്. ഇന്നലെ എന്നെ വന്ന് കണ്ട മാധ്യമ സുഹൃത്തുക്കൾക്ക് അറിയാൻ കഴിയും, ഒരു തരത്തിലും ഒരു പ്രതികരണവും അതുമായി ബന്ധപ്പെട്ട ഉള്ളടക്കങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. ഇന്നിപ്പോൾ അതിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള റിലീസ് വരും. ഈ 13 ഉൽപ്പന്നങ്ങൾക്ക് 35% വിലക്കുറവ്